അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ദിക്കർ ദുനിയാവും ആഹിറവും നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം നൽകാനുള്ള ശ്രേഷ്ഠവും മഹത്തമായ ദിക്കറിനെ കുറിച്ചാണ്. ഈ ദിക്കറിന് വമ്പൻ 21 മഹത്വങ്ങളുണ്ട്. വിശുദ്ധ റമളാനിലെ ആദ്യത്തെ രാവ് കടന്നു വരുമ്പോൾ ധാരാളം കാരുണ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം. കാരുണ്യത്തിൻ്റെ 10 വരുന്നത്. അതുപോലെ ഈ ദിക്കർ നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാ അല്ലാഹ്. ഈ ദിക്കർ ചൊല്ലിയാലുള്ള വമ്പൻ നേട്ടങ്ങളെക്കുറിച്ച് പറയാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദിക്കർ സ്വർഗത്തിലെ നിധിയാണ്. 2. 99 രോഗങ്ങൾക്കുള്ള ശിഫയാണ് ഈ ദിക്കർ. 3. നിങ്ങളുടെ ഏറ്റവും വലിയ രോഗമായ ടെൻഷൻ ഈ ദിക്കർ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4. ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ നൽകും. 5. ഇത് ചൊല്ലി നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾ നല്ല സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങൾക്ക് പൂവണിയുന്നതാണ്. 6. ഈ ദിക്കർ നിങ്ങൾ പതിവാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളായി തീരുന്നതാണ്. 7. നല്ല മരണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 8. ചെറുപാപങ്ങൾ അല്ലാഹു പുറത്തു തരും. 9. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾ ഇത് ചൊല്ലിയാൽ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരുന്നതാണ്. 10. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. 11. മീസാനിൽ നന്മയുടെ തൂക്കം കൂട്ടുന്നതാണ്. 12. അർശിൻ്റെ തണൽ ലഭിക്കുന്നതാണ്. 13. അനുഗ്രഹങ്ങൾ നിലനിൽക്കും. 14. അനുഗ്രഹങ്ങൾ വർദ്ധിക്കാൻ ഈ ദിക്കർ കാരണമാകുന്നു. 15. കണ്ണേറ് സിഹർ പോലത്തത് എല്ലാം മാറാൻ ഈ ദിക്കർ കാരണമാകും. ഇത് പതിവാക്കുന്നവർക്ക് അല്ലാഹു കാവലിൻ്റെ മലക്കുകളെ ഏർപ്പാടാക്കി കൊടുക്കും. 17. ഈ ദിക്കർ ചൊല്ലുന്നതോ എഴുതുന്നതോമായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവരുടെ സാമ്പത്തിക ഗതിയിൽ പുരോഗതി ഉണ്ടാകും. 18. നമ്മളുടെ ഖബറിൽ നല്ലൊരു കൂട്ടുകാരനായി മാറുന്നതാണ്. 20. പ്രയാസമുള്ള ഘട്ടത്തിൽ ഇത് നിങ്ങൾ ചൊല്ലിയാൽ പരീക്ഷയാവട്ടെ ബുദ്ധിമുട്ടുകളാവട്ടെ ഏത് പ്രയാസമുള്ള സമയത്ത് എല്ലാ നിസ്കാരശേഷം 11 തവണ നിങ്ങൾ ചൊല്ലിയാൽ ആ പ്രയാസങ്ങൾ എന്തായാലും അല്ലാഹു നീക്കിത്തരും. 21. മക്കളില്ലാത്തവർക്കും മക്കൾ സ്വാലിഹാവാനും ഈ ദിക്കർ ചൊല്ലുക. ഏതാണ് ആ ദിക്കർ എന്ന് പറഞ്ഞു തരാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കും കഴിവില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ദിക്കറാണ് വിവാഹം നടക്കാനുള്ള താക്കോൽ. ഈ ദിക്കറാണ് സമാധാനത്തിൻ്റെ പടിവാതിൽ. എല്ലാ ബുദ്ധിമുട്ടുകളെ എളുപ്പമാക്കുന്നതിൻ്റെ താക്കോലാണ് ഈ ദിക്കർ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എല്ലാവരും പകർത്തുക, പ്രയോജനപ്പെടുത്തുക. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. റമളാൻ മാസത്തിൽ അധികമായി ഈ ദിക്കർ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.